ദി സൗത്ത് ഇന്ത്യൻ ഡെർബി. അതെ, കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ്സിയും തമ്മിലുള്ള സൗത്ത് ഏൺ ഡെർബി ഈ ശനിയാഴ്ച നടക്കാൻ പോവാണ്. ഒരു സൈഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, ലക്ഷക്കണക്കിന് പടയാളികളുടെ പിന്തുണയോടെ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട 3 ഫൈനലുകൾ. മറുവശത്ത് ബാംഗ്ലൂർ എഫ് സി, പടയാളികളുടെ എണ്ണം കുറവാണെങ്കിലും ചതിയിലൂടെയും മറ്റു പലരുടെയും പിന്തുണയിലൂടെയും ജയത്തിലേക്ക് ഏത് വിധേനയും എത്തിച്ചേരാവുന്ന ഒരു ടീം. ISL തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിലൊന്ന്. ഈ സീസണിൽ പതറുന്ന ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിന്റെ അവസാന സ്ഥാനങ്ങളിൽ, മറുവശത്ത് ബാംഗ്ലൂർ എഫ് സി പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ. മഞ്ഞപ്പട നൽകുന്ന കരുത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരേക്ക് വണ്ടി കയറുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. കൊച്ചി എന്ന പോലെ ബാംഗ്ലൂരും മഞ്ഞ പതിപ്പിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി മഞ്ഞപ്പട തയ്യാർ. എവേ സ്റ്റേഡിയം പോലും മഞ്ഞ പതിപ്പിക്കുന്ന കാഴ്ച നാം പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കാൻ സാക്ഷാൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, ഒപ്പം മികച്ച പിന്തുണയായി നോഹയും ജീസസും പെപ്രയും അണിനിരക്കുമ്പോൾ, മറുവശത്ത് അവരുടെ ക്ലബ് ലെജൻഡായ സുനിൽ ഛേത്രി, പെരയ ഡയസ് എന്നിവർ അവരുടെ ആക്രമണത്തെ മൂർച്ച കൂട്ടുന്നു. മറ്റൊരു ക്ലബ് ലെജൻഡായ ക്രിസ്റ്റൽ ജോൺ ഈ ഒരു മാച്ചിന് ഉണ്ടാകുമോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. മികച്ച ഒരു തിരിച്ചുവരവിനായി ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയം അനിവാര്യമാണ്. തങ്ങളെ ഫാൻസിനെ പ്രീതിപ്പെടുത്താനും പോയിന്റ് ടേബിളിൽ മുന്നിലേക്ക് കുതിക്കാനും ലീഗിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ച്. ബാംഗ്ലൂരിൽ എന്തായാലും തീ പാറും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂരിൽ വെച്ച്. ജസ്റ്റ് പ്രെഡിക്ട് ദ സ്കോർ ലൈൻ ഇൻ ദ കമന്റ്സ്.